ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ പിണങ്ങിപ്പോയിട്ട് ഭാമയുടെ വീട്ടിലാണല്ലോ ഉള്ളത്. അപ്പോൾ ശരത്തിനെ കേസ് ഇപ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ വേണ്ടാന്നും പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. അങ്ങനെ ശരത്ത് വീട്ടിലെത്തുന്നുണ്ട്. ശരത്തിനെയും കൂട്ടി നമ്മുടെ സച്ചിയും രേവതിയും ലക്ഷ്മിയമ്മയും എല്ലാം കൂടിയിട്ട് ചന്ദ്രമതിയെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയോട് വന്ന് നന്ദിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിലും ചന്ദ്രമതി ആ സമയവും അവരെ കുറ്റപ്പെടുത്തുകയും ഭയങ്കര ദേഷ്യമായിട്ട് തന്നെയാണ് കേട്ടോ ലക്ഷ്മി അമ്മയോടൊക്കെ പെരുമാറുന്നത്. എന്തായാലും അവരെ തിരിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നാൽ ചന്ദ്രമതി ആ സമയവും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സച്ചി അവസാനമായിട്ട് ഒരു ട്രിക്ക് പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ഭാമയാൻ്റിയോടായിട്ട് പറയുന്നുണ്ട്, ഭാമയാൻ്റി എന്തായാലും എനിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഭാര്യ പിണങ്ങിപ്പോയിട്ട് പിന്നെ തിരിച്ചു വന്നേയില്ല. അപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതെന്നൊക്കെ പറയാനേ. അങ്ങനെ വീണ്ടും പറയുന്നുണ്ട്, അച്ഛനാണെങ്കിൽ അച്ഛമ്മയുടെ അടുത്ത് പോകാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഉടനെയൊന്നും വരില്ലെന്നാ തോന്നുന്നേ. പിന്നെ അച്ഛൻ ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചന്ദ്രമതിനെ വല്ലാണ്ട് അങ്ങ് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഭാരവതി എന്നാ നമുക്ക് പോയേക്കാന്നും പറഞ്ഞിട്ട് സച്ചി വിളിക്കുന്നുണ്ട്. വീണ്ടും രേവതി പറയുന്നുണ്ട്, അമ്മേ എൻ്റെ അനിയൻ ചെയ്ത തെറ്റിന് അച്ഛനെ ഇങ്ങനെ ശിക്ഷിക്കല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയും സച്ചിയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ഈ സമയം രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ അല്ല അമ്മ എപ്പോഴാ അങ്ങനെ അച്ഛൻ എപ്പോഴാ അങ്ങനെ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അത് രേവതി, ചിലരുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങള് പറയേണ്ട സമയത്തെ ഒന്ന് മാറ്റി പറഞ്ഞേക്കണം, അപ്പോ എല്ലാം ശരിയായിക്കോളും, നീ കണ്ടോ എന്നും പറഞ്ഞിട്ട് സച്ചിയും രേവതി അങ്ങ് പോവാണേ. അങ്ങനെ അവര് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, എനിക്ക് എന്റെ വീടില്ലേ എന്നൊക്കെ ഭാമയോട് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പെട്ടിയും തൂക്കിയിട്ട് വീട്ടിലേക്ക് അങ്ങ് പോവാണ്. എന്നാൽ ചന്ദ്രമതി വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, വേണ്ട വേണ്ട ഇങ്ങോട്ടേക്ക് കയറണ്ടാന്നേ. എല്ലാവരും ആകെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. അതെ, എന്റെ വീട്ടില് ഞാൻ കയറേണ്ടെന്ന് പറയാൻ നീ ആരെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും സച്ചി കുറെ പ്രാവശ്യം ഇങ്ങനെ എതിർത്തിട്ട് പറയുന്നുണ്ട്, ദേ രേവതി ആരതി എടുത്തോണ്ട് വന്നേ. ആരതി എടുത്തിട്ടോ ഒഴിഞ്ഞു കയറ്റാനായിരുന്നു എന്നും പറഞ്ഞ് അപ്പോഴാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു സമാധാനം ആവുന്നത്. നീ എന്താടാ എന്നെ കളിയാക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി വഴക്കുണ്ടാക്കുന്നുണ്ട്. വലതുകാല് വെച്ചിട്ട് കയറി വാന്നൊക്കെ പറയാട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ദേ അമ്മയ്ക്ക് 2 കാലുണ്ട്, അമ്മയുടെ വീടല്ലേ, അമ്മ 2 കാലും വെച്ചിട്ട് ഒന്നിച്ച് കയറിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഉള്ളിലേക്ക് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. കയറി വന്ന ചന്ദ്രമതിയാണെങ്കിൽ സച്ചി ഇങ്ങനെ നോക്കി പേടിപ്പിക്കാട്ടോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവനെ നോക്കി പേടിപ്പിക്കുന്നത്? കല്യാണം കഴിഞ്ഞു വന്ന പുതുമണവാട്ടികളെ പോലെ പെട്ടിയും തൂക്കി ഇറങ്ങിപ്പോയവരെ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ നീ ഒരു ദിവസം 1000 തവണയെങ്കിലും എൻ്റെ വീടാണെന്ന് പറയുമല്ലോ, എന്നിട്ട് പിന്നെ നീ എന്തിനാ ഇറങ്ങിപ്പോയെന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്ര ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയം ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനമ്മേ ഇവിടെ നിന്ന് പോയത്? എന്തായാലും അമ്മയില്ലാഞ്ഞിട്ട് ആകെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായിരുന്നു അമ്മേ. ഞാനാണെ അമ്മ പോയേ പിന്നെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണേ. ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലാന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ശരിയാ, ഇവിടെ നിന്ന് അവൻ കഴിക്കാതെ പോയിട്ട് അവൻ പുറത്ത് നിന്നാണ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയെ നോക്കിയിട്ട് വർഷ പറയുന്നുണ്ട്, ആന്റി നന്നായിട്ടൊന്ന് മെലിഞ്ഞതുപോലെ തോന്നല്ലോ അല്ലേ ശ്രീകാന്ത് എന്ന് ചോദിക്കാനേ. അതെ എന്തായാലും അമ്മ 2 ദിവസം കൊണ്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ടെന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ശ്രീകാന്തെ അതെന്താണെന്നറിയാവോ? അതാണ് നമ്മുടെ രേവതിയുടെ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്. ഞാൻ 2 ദിവസം ഓട്ടം പോയിട്ട് വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അതാണ് എൻ്റെ രേവതിയുടെ കൈപ്പുണ്യം എന്ന് പറയുന്നുണ്ട്. എന്നാ ചന്ദ്രമതി സച്ചിനെ ഇങ്ങനെ നോക്കി പിടിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്നേ. എന്നാ സച്ചി പറയുന്നുണ്ട്, അതെ അച്ഛാ, എന്തായാലും അമ്മയോട് പറഞ്ഞേരെ ഇനി വീട്ടു പോകരുത്. രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നോളാനെ. എന്നാ രവി പറയാണ്, അതെ ചന്ദ്രേ, എന്തായാലും പിള്ളേര് പറഞ്ഞത് സത്യമാണ്, നീ കുറച്ചൊന്ന് മെലിഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് നീ മെലിഞ്ഞ് നല്ല സുന്ദരിയായിട്ടാണ് ഇരുന്നത്.
അതെന്താ രവിയേട്ടാ, അപ്പോ ഞാൻ ഇപ്പൊ സുന്ദരിയല്ലെന്നാണ് പറഞ്ഞത്? ഏയ് അങ്ങനെയല്ല ചന്ദ്ര പറഞ്ഞത്, നീ അന്ന് കുറച്ചുകൂടി സുന്ദരിയായിരുന്നേ. ഓ, അപ്പൊ നിങ്ങളുടെ ഭക്ഷണം കഴിച്ച് ഞാൻ ഇത്ര തടിച്ചെന്നാണ് പറയുന്നത്? ഓ, അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ചന്ദ്രൻ, നീ എന്തിനാ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്? അയ്യോ അച്ഛാ, അച്ഛൻ അമ്മയ്ക്ക് ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ സമാധാനം ഇല്ലെന്നറിയില്ലേ? അവിടെയാണെങ്കിൽ ഭാമി ആന്റി അമ്മയോട് വഴക്കുണ്ടാക്കുവോ? അമ്മ എന്ത് പറഞ്ഞാലും അത് മൂളി കേട്ടുകൊണ്ട് അങ്ങ് ഇരിക്കുകയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കളിയാക്കാട്ടോ. ഈ സമയം എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ചമ്മി നാണം കെട്ടിയിരിക്കുകയാണ് കേട്ടോ. കാരണം എല്ലാവരും തന്നെ കളിയാക്കുകയാണെന്നും മനസ്സിലാവുന്നുണ്ട്. രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടനൊന്നും മിണ്ടാതിരിക്കുവോ? അമ്മയാണെങ്കിൽ ഇപ്പൊ പിണക്കം മറന്ന് വന്നതേ ഉള്ളൂ, പിന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ തന്നെ. അപ്പോഴേക്കും ചന്ദ്രമതിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞാനിപ്പോ തിരിച്ചു വന്നത് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. എന്നാ ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ ഇനി അത് അമ്മ പിണങ്ങാൻ നിൽക്കണ്ട, സച്ചിയേട്ടൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ. എന്നാ വർഷ പറയുന്നുണ്ട്, അതെ ആന്റി, ഇനി അത് മതി പിണങ്ങി പോവാനായിട്ട്. പിന്നെ ആന്റി, ഞാനിന്ന് ശ്രീകാന്തിനോട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയപ്പോ ആന്റി വലിയ ഡയലോഗൊക്കെ അടിക്കുന്ന കേട്ടായിരുന്നല്ലോ. ഇപ്പോ ആന്റി അത് തന്നെയല്ലേ ചെയ്തത്? അതെ വർഷേ, അത് നിന്റെ അമ്മായിയമ്മയല്ലേ അന്ന് നിന്നെ വഴക്കു പറഞ്ഞത്? ഇതേ അമ്മയുടെ അമ്മായിയമ്മ വരണം എന്നുണ്ടെങ്കിൽ അച്ഛമ്മ ഇങ്ങ് വരണം, അപ്പൊ അമ്മ തന്നെ അനുസരിച്ചേനേന്നൊക്കെ പറയാണേ. അപ്പോഴേക്കും രവിയും ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും തന്നെ നന്നായിട്ട് കളിയാക്കുകയാണെന്ന്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കേ വഴിയുള്ളൂ. ഈ സമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇതിലൊന്നും ഇടപെടുന്നില്ല കേട്ടോ. ശ്രുതി ഭയങ്കര ആലോചനയിലാണ്. കാരണം എന്തുകൊണ്ടാണ് ചന്ദ്രമതി തിരിച്ച് വീട്ടിലേക്ക് വന്നതെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് അടുത്ത ശ്രുതിയുടെ ടെൻഷന്. കാരണം ശ്രുതി പോയി വിളിച്ചു, ശ്രുതി വിളിച്ചു, അങ്കിള് പോയി വിളിച്ചു, എല്ലാവരും വിളിച്ചിട്ട് വരാത്ത ആന്റി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പൊ തിരിച്ചു വന്നേന്ന് അറിയില്ലല്ലോ. അതിങ്ങനെ തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രവി തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ, ഞാൻ നിന്റെ അടുത്ത് വന്ന് വിളിച്ചു, ശ്രുതിയും ഒക്കെ വന്ന് വിളിച്ചു, ഞാൻ അത്രയും പറഞ്ഞിട്ടും നീ വന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് നീ ഇപ്പൊ ഇത്ര പെട്ടെന്ന് തിരിച്ചു കയറി വന്നേന്നെ? അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ വേറൊന്നും കൊണ്ടല്ല, ഇവളും ഇവിടെ കുടുംബക്കാരും കൂടി അങ്ങോട്ടേക്ക് കയറി വന്നില്ലേ. രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, രേവതിയുടെ കുടുംബക്കാര് അങ്ങോട്ടേക്ക് വന്നോന്നോ? ആ അല്ലാതെ പിന്നെ ആ പൂ കിട്ടുന്നവരുടെ കുടുംബം മൊത്തം വന്ന് എന്നോട് കരഞ്ഞു മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നേ. അപ്പോഴേക്കും അതെ അതെ, ആ പൂ കിട്ടുന്നവര് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വന്ന് മാപ്പങ്ങ് ചോദിച്ചു, പൂ പോലെ വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടെന്നേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ലമ്മേ, എന്തായാലും അവര് വന്ന് മാപ്പ് ചോദിക്കുന്നതിന് മുമ്പാണല്ലോ അമ്മ കേസ് പിൻവലിച്ചത്, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതിയും അത് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതിക്ക് പൈസ മേടിച്ചിട്ടാണ് കേസ് പിൻവലിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോഴേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ചന്ദ്രമതിയുടെ ആൻസറിന് വേണ്ടിയിട്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ നിങ്ങൾ വന്ന് വിളിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്നേ. ചന്ദ്രേ, അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ന്യായമായിട്ട് തോന്നിയോ? അതെ, നിങ്ങൾ വന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് ആലോചിച്ചു. ഇവരുടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ എന്തിനാ പിരിഞ്ഞിരിക്കുന്നതെന്ന് കരുതിയാണ് ഞാൻ വന്നതെന്നേ. ഇനിയിപ്പോ എന്താ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഞാനങ്ങ് പൊക്കോളാന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അമ്മ ഇനി പോവല്ലേ, ഡെയിലി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഓടിച്ചേ അങ്ങോട്ടേക്ക് വരുന്നത് കാരണം എനിക്ക് പെട്രോൾ ചെലവ് ഇപ്പോൾ അധികമായിട്ടുണ്ടെന്നേ. അപ്പോഴേക്ക് ചന്ദ്രമതി ശ്രുതിയെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ശ്രുതി ആ സമയം ശ്രുതിക്കിട്ട് ഒരു തട്ട് കൊടുത്തിട്ട്, എന്താ ശ്രുതി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, കേട്ടില്ലേച്ചാ, അവന് അമ്മയെക്കായാലും വലുത് പെട്രോൾ തന്നെയാണ്. അതെ, അമ്മയോടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ. അവന് എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം മതിയെന്നേ. എന്നാ ശ്രുതി ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, അതൊന്നുമല്ല, എനിക്ക് അമ്മയെ കാണണമല്ലോ, പിന്നെ ഡെയിലി വണ്ടി ഓടിച്ചു വരുന്നതിന്റെ പാടോർത്തിട്ടാ പറഞ്ഞത്, എനിക്ക് അമ്മയില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഉരുളുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അതെ ആന്റി, ഇനി എന്തായാലും ആന്റി വീട് വിട്ടാൻ പോകാൻ പാടില്ലാന്നേ. എന്തായാലും എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞെന്ന് കരുതി ചെയ്തതൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല,
പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ രേവതി ഇപ്പോൾ താമസിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ രേവതിയുടെ വീട്ടിൽ നിന്ന് ഇനി ഇങ്ങോട്ടേക്ക് ആരും വരാൻ പാടില്ലെന്നേ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ പിന്നെ എൻ്റെ അമ്മയും അനിയനും ഒക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരില്ലേന്നേ. അപ്പോഴേക്ക് രവിയും ചോദിക്കുന്നുണ്ട്, അതേ ചന്ദ്രേ, നീ എന്ത് വർത്തമാനമാണ് പറയുന്നത്? പിന്നെ അവർക്ക് അവരുടെ മോളെ കാണണമെങ്കിൽ കെട്ടിച്ചു വിട്ട വീട്ടിൽ വന്നല്ലേ കാണാൻ പറ്റുമെന്നേ. അതൊന്നും എനിക്കറിയില്ല, അവരിവിടെ കയറാൻ പാടില്ല. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ മോളെ കാണുമെങ്കിൽ വാതിക്ക വന്ന് നിന്നിട്ട് കണ്ടിട്ട് പൊക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ സമയം സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ വാതിക്ക വന്ന് നിന്നിട്ട് പോനെ അവര് പോസ്റ്റ്മാൻ വല്ലതും ആണോന്നേ? എന്നാൽ അതൊന്നും എനിക്കറിയില്ല. അവരെ വന്ന് എൻ്റെ കാതിലും കഴുത്തിലും ഒക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നോക്കി വെച്ച് പോയിട്ടേ അവര് മോനെ വിട്ടിട്ട് വഴിയിൽ വിട്ട് എൻ്റെ കഴുത്തിലുള്ളതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എന്നെ തള്ളിയിടില്ലെന്നൊക്കെ ആര് കണ്ടു? അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് ഇവിടെ കയറാൻ പാടില്ലെന്നേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രേ എന്തായാലും നീ അങ്ങനെയൊന്നും പറയരുത്, അവരവരുടെ മോളെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ അതൊരു തെറ്റ് ചെയ്തു പോയി, ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയല്ലേ വേണ്ടത്. എന്തായാലും നമ്മൾ ഒരിക്കലും ഒരാളും നമ്മുടെ വീട്ടിൽ കയറാൻ പാടില്ല. നാളെ നമുക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങളൊക്കെ സംഭവിച്ചാലും അവരൊക്കെയല്ലേ നമ്മുടെ ബന്ധുക്കാരെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, അവരൊന്നും എൻ്റെ ബന്ധുക്കാരല്ലെന്നൊക്കെ. അങ്ങനെ എന്തായാലും രവിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കരുതിയിട്ട് എന്തെങ്കിലും കാണിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ രവിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട്, അതെ ഞാൻ പോയ സമയത്ത് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട സമയത്ത് തന്നെ, നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ല, നീ പോയതല്ലേ, അത് എന്തേലും ആട്ടെ. പിന്നെ നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞല്ലോന്നേ. അപ്പോഴേക്കും രവി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആയിട്ട് സച്ചിനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സച്ചി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുമല്ലോ. അപ്പോഴേക്കും സച്ചി ആണെങ്കിൽ അച്ഛനെ നോക്കി ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. അതെ, നിന്നെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ബാഗ് കൊടുത്തോണ്ട് അമ്മയുടെ അടുത്ത് പോകാൻ പറ്റുള്ളൂ, ഞാനും പോയി എന്ന് പറയുകയാണേ. അങ്ങനെ രേവതി വീണ്ടും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചല്ലോന്നേ. അപ്പോഴും രവിയാണെങ്കിൽ സച്ചിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. സച്ചി ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുന്നുണ്ട്. അതെ, അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്നേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അച്ഛാ ഈ പ്രായത്തിൽ ഡിവോഴ്സ് എന്നേ, അതെന്താടാ പ്രായമൊക്കെ ഉണ്ടോ ഡിവോഴ്സിനെന്ന് ചോദിക്കുമ്പോൾ വർഷയും അതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രവിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചി അങ്ങനെയൊക്കെ പോയി പറഞ്ഞതുകൊണ്ടാണ് ചന്ദ്ര തിരിച്ചിങ്ങോട്ടേക്ക് വന്നതെന്ന്. ശ്രുതി അപ്പൊ ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ചോന്നേ? എന്തിനാ മോളെ ഇനിയിപ്പോ ഈ പ്രായത്തിൽ ഞാന് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്തായാലും എനിക്ക് സംഭവിക്കാനുള്ള വലിയ ആപത്ത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രവി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. രേവതി ഒരു കാപ്പി കൊണ്ടുപോകാൻ മോളേനെ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കും കാപ്പി എടുക്കട്ടേനെ. അപ്പോഴേക്ക് ചന്ദ്രമതി ആ സമയവും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഞാൻ എത്ര നേരമായി ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ഇപ്പോഴാണോ നീ എനിക്ക് കാപ്പി തരാൻ വേണ്ടി ചോദിക്കുന്നത്? പോയി എടുത്തോണ്ട് വാടിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പിരിഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. റൂമിൽ ചെന്നിരുന്നെങ്കിലും ശ്രുതിക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായിരിക്കും ആന്റി തിരിച്ചു വന്നേനെ. അങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി എന്തായിരിക്കും ആന്റി പെട്ടെന്ന് തിരിച്ചു വന്നേനെ? അത് അമ്മ തന്നെ പറഞ്ഞല്ലോ, അച്ഛൻ വന്ന് വിളിച്ചപ്പോ അമ്മ ചിന്തിച്ചതുകൊണ്ടാണെന്ന്. എന്നാലും അതൊന്നും അല്ല ശ്രുതി. എന്തായാലും ആന്റി നമ്മൾ കണ്ടതല്ലേ. ആന്റി ആണെങ്കിൽ അങ്കിളിനെ എന്തോരം ചീത്ത പറഞ്ഞിട്ടാണ് തിരിച്ചയച്ചത്. എന്നാലും ഇതിലെന്തോ വേറൊരു കാര്യം ഉണ്ടെന്നൊക്കെ പറയുകയാണേ. എന്നാ ശ്രുതി പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ ശ്രുതി, എന്തായാലും അമ്മ തിരിച്ചു വന്നല്ലോ, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, എന്നാലും അതല്ലല്ലോ ശ്രുതി. എന്താ ശ്രുതി, നിനക്ക് അമ്മ വന്നത് ഇഷ്ടപ്പെട്ടില്ല? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞാനും ശ്രുതിയൊക്കെ പോയി നിർബന്ധിച്ചിട്ടും ആന്റി വരാതിരുന്നിട്ട് പെട്ടെന്ന് വന്നത് എന്താണെന്നല്ലേ. എന്തായാലും അമ്മ വന്നല്ലോ, ഞാന് മൊത്തത്തിൽ ഹാപ്പിയാണ്. എന്തായാലും ഇതിവിടെ വെച്ച് നിർത്തിയേക്കുന്ന ശ്രുതി പറയുകയാണ് കേട്ടോ. എന്നാലും ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അത് അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന്റെ പിന്നിലെ കാരണം കണ്ടെത്തണമല്ലോ. ആന്റിയോട് ചോദിച്ചാൽ ആന്റി തുറന്നു പറയില്ല. ഭാമ ആന്റിയോട് ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലായേക്കാം. അത് ചോദിക്കേണ്ട രീതിയിൽ തന്നെ ചോദിക്കണം. അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കുകയാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് രാത്രിയായിട്ടുണ്ട്. നമ്മുടെ സച്ചിന്റെ അവധിയും ടെറസിന്റെ മുകളിലാണ് കേട്ടോ കിടക്കുന്നത്.
സച്ചിൻ രേവതി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കിടക്കുകയാണ്. ഇങ്ങനെ സച്ചി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രേവതി ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്താ മിണ്ടാത്തത്? നിനക്ക് എന്തെങ്കിലും പറയുന്നുണ്ട്. എനിക്ക് സച്ചിയേട്ടൻ പറയുന്നത് കേട്ടുകൊണ്ടേയിരിക്കാനാണെന്ന് പറയണേ. അങ്ങനെയല്ല രേവതി, നീയും എന്തെങ്കിലുമൊക്കെ പറ. പിന്നെ ഈ നക്ഷത്രങ്ങളെ കാണുമ്പോൾ നിനക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ, ആ നക്ഷത്രങ്ങളൊക്കെ ഗോൾഡ് കോയിനായിട്ട് താഴേക്ക് വന്നിരുന്നെങ്കിലോന്നേ. അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി ഞാൻ ഇവിടെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ നീ ഗോൾഡ് കോയിന്റെ കാര്യം പറയുന്നത്? അല്ല സച്ചിയേട്ടാ, നമ്മുടെ കടങ്ങളൊക്കെ ഒന്ന് തീരണ്ടേ, അതിനി എങ്ങനെയാണെന്ന് ഓർത്തിട്ട് എനിക്ക് സമാധാനമില്ല. ഇപ്പതേന്റെ ആ കാറിന്റെ ലോണ് തീരാറായല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാ വീണ്ടും അത് കൂടിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. രേവതി നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അത് നമ്മള് ഇപ്പോ വണ്ടി ഓടി തീരുമല്ലോ, ഞാൻ നൈറ്റ് ഒന്ന് കൂടുതൽ ഓടിയാ അതങ്ങ് തീർന്നു പോകുന്നു പറഞ്ഞിട്ട് രേവതിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ നൈറ്റൊന്നും വണ്ടി ഓടിക്കണ്ട, സച്ചിയേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയാനേ. അപ്പോഴേക്ക് സച്ചി ഇങ്ങനെ നാണത്തോടു കൂടി രേവതിനെ ഇങ്ങനെ നോക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും അല്ല സച്ചിയേട്ടാ, എനിക്ക് ആകെ കൂടി സച്ചിയേട്ടനെ കിട്ടുന്നത് ഈ രാത്രി സമയങ്ങളിലാണ്. അതുകൂടി ഇല്ലാതായാല് ഞാൻ ഈ വീട്ടില് ഒറ്റപ്പെട്ടു പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പൈസയൊക്കെ ഉണ്ടാവും രേവതി, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാനേ. ഈ സമയം രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ എനിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നുണ്ടെന്നേ. എന്താ രേവതി നിന്റെ മനസ്സിലുള്ളത് പറയുന്നത് സച്ചി പറയുമ്പോ ഈ സമയം രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ അതെ, ഞാനാണെങ്കിൽ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ ഈ സ്റ്റേജിലൊക്കെ പൂ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുമല്ലോ, ആ ഒരു ഡെക്കറേഷനെ കുറിച്ച് ചിന്തിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് അത് നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ആഹാ കൊള്ളാവില്ല രേവതി, എന്തായാലും പൂ വിൽക്കുന്നവരൊക്കെ കുറച്ചുകൂടി മുകളിലോട്ട് ചിന്തിച്ചാൽ എങ്ങനെയിരിക്കും, ഇത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി നന്നായിട്ട് രേവതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാനാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കും, അങ്ങനെ എനിക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും സച്ചിയേട്ടാ അത് ഓർഡർ കിട്ടുമോന്ന് എനിക്കറിയില്ലാന്നേ. അതൊന്നും സാരമില്ല രേവതി, ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം, നമുക്ക് നല്ല ഓർഡറുകളൊക്കെ കിട്ടും, ഇത് സൂപ്പർ ഐഡിയ ആണ്, അതെന്തായാലും നമുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. അങ്ങനെ ശ്രുതി നേരെ ചെല്ലുന്നത് ഭാമയുടെ വീട്ടിലേക്കാണ് കേട്ടോ. കാരണം ഭാമേന്റിയുടെ വായിൽ നിന്ന് ആന്റിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ. അങ്ങനെ ശ്രുതിയെ കാണുമ്പോൾ തന്നെ ഭാമ ചോദിക്കുന്നുണ്ട്, ആഹാ ശ്രുതിയോ, എന്താ ശ്രുതി ഈ വഴിയൊക്കെ? അതെന്താ എനിക്ക് ഈ വഴി വരാൻ പാടില്ലേ? അല്ല ശ്രുതി എനിക്ക് എൻ്റെ മോളെ പോലെയല്ലേ, വാ ശ്രുതി കയറി വാന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ഭയങ്കര സന്തോഷത്തോടു കൂടി ശ്രുതിയെ ഇങ്ങനെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ ഭാമ എന്തോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എനിക്കിവിടെ അടുത്തൊരു ക്ലയൻറ്റിനെ കാണാനുണ്ടായിരുന്നു, അപ്പോഴാണ് ആൻറ്റിയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ആൻറ്റി തന്നെയാണോ ഇപ്പൊ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണേ. അല്ല, ഇടയ്ക്ക് പണിയൊക്കെ ചെയ്തു തരാൻ ഒരു സ്ത്രീ വരാറുണ്ടായിരുന്നു, ഇപ്പൊ 2 ദിവസമായിട്ട് വരുന്നില്ല. പിന്നെ ഈ വീട്ടിലെ പണിയെല്ലാം 2 ദിവസമായിട്ട് ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് നല്ല വേദനയൊക്കെ ഉണ്ടെന്ന് പറയുകയാണേ, നല്ല തലവേദനയൊക്കെയാണെന്നേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ആൻറ്റിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ആൻറ്റി തന്നെ ഈ പണിയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമേനെ ഇങ്ങനെ സോപ്പിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, നേരത്തേക്കാണെങ്കിൽ മോൾ ഈ വഴിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നല്ലോ, ഇപ്പോൾ ഒരുപാട് നാളായില്ലേ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്, ആൻറ്റിയെ കാണണമെന്ന് ഞാൻ എന്നും വിചാരിക്കാറുണ്ട്, എന്നാൽ ഇപ്പോൾ ക്ലയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അല്പം തിരക്ക് ആൻറ്റി, അതുകൊണ്ടാണെന്ന് പറയാനേ. സാരമില്ല, മോള് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമയും പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് തലവേദനയാന്നല്ലേ പറഞ്ഞത്, ആൻറ്റി ഇവിടെ ഇരി, ഞാൻ ഹെഡ് മസാജ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. ഓ സാരമില്ല മോളെ എന്ന് പറഞ്ഞാലും അതൊന്നും സാരമില്ല, ആൻറ്റി ഇവിടെ ഇരി, ഞാൻ എന്തായാലും ഹെഡ് മസാജ് ചെയ്ത് തന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഭാമേനെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തി മസാജ് ചെയ്യാണ് കേട്ടോ. ഈ സമയം ഭാമയ്ക്ക് നല്ല ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്, മോളുടെ കൈ നല്ല കൈയാണ്, എനിക്ക് എന്ത് ആശ്വാസം ഉണ്ടെന്നോ, നിന്റെ കൈ തൊട്ടതേ എൻ്റെ അസുഖങ്ങളെല്ലാം മാറി, ഇപ്പൊ തന്നെ മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ സംസാരിക്കുകയാണ്.
ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റിക്ക് എന്താ ഇത്ര ടെൻഷൻ, തലവേദന എടുക്കാനായിട്ട് ഇത്ര സ്ട്രെസ് എന്താന്ന് ചോദിക്കുകയാണെ. ഓൾറെഡി ശ്രുതി നിനക്കറിയാവല്ലോ, എൻ്റെ മോനാണെങ്കിൽ എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. അവൻ വിവാഹം കഴിച്ചിട്ട് വിദേശത്തേക്ക് മരുമകള് ഇവിടെ നിർത്താതെ എൻ്റെ മോനെയും കൂട്ടിയിട്ട് അങ്ങ് പോയി. ഇപ്പൊ തന്നെ ഞാൻ തനിയാണ് ഇവിടെ കഴിയുന്നത്. പിന്നെ നിന്റെ ആന്റിയാണ് എനിക്കൊരാശ്വാസത്തിനുള്ളത്. ഇപ്പോ നിന്റെ ആന്റിയുടെ പ്രശ്നങ്ങളും കൂടെ കേട്ടിട്ട് എനിക്ക് ആകെ സമാധാനം ഇല്ലാതെ ടെൻഷനാണ്. അതാണ് ഈ തലവേദന എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ മസാജ് ചെയ്ത് നമ്മുടെ ഭാമേനെ നന്നായിട്ട് ഇങ്ങനെ സുഖിപ്പിക്കുന്നുണ്ട്. ആൻറ്റി, എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ആൻറ്റിക്ക് ഇങ്ങനെ വന്ന് ചെയ്ത് വരണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ ചന്ദ്രാൻറ്റിയെ പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തതെന്നേ. എന്ത് ചെയ്യാനാ ശ്രുതി, ചില സമയത്ത് ചന്ദ്രയുടെ സ്വഭാവം അങ്ങനെയാ. ചില സമയത്ത് അവള് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആൻറ്റിയെ പോലെ അല്ലല്ലോ ഭാമ ആൻറ്റി ആണെങ്കിൽ എന്ത് സോഫ്റ്റ് ആയിട്ടാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഭാമയെ ഇങ്ങനെ സുഖിപ്പിക്കുകയാണ്. അങ്ങനെ ഭാമ പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി എൻ്റെ അവസ്ഥയല്ലല്ലോ അവക്ക് നല്ല തങ്കം പോലത്തെ 3 മരുമക്കളെ കിട്ടിയില്ലേ, പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആ നിസ്സാര പ്രശ്നത്തിന് വഴക്കുണ്ടാക്കി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുകയാണെ. അങ്ങനെ ഭാമയുടെ വായിൽ നിന്ന് തന്നെ ആ ഒരു ടോപ്പിക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട്, അതെ ആൻറ്റി, അത് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പിന്നെ ആൻറ്റി എന്തായാലും ഉടനെയെങ്ങും അങ്ങോട്ടേക്ക് വരില്ലെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. അങ്കിൾ വന്ന് വിളിച്ചു, ഞാനും ശ്രുതിയൊക്കെ വന്ന് വിളിച്ചതല്ലേ. പിന്നെ ആൻറ്റിയുടെ മനസ്സ് എന്തായാലും ദൈവം തന്നെ മാറ്റിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണേ. ഭാമ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ പറയുന്നുണ്ട്, അല്ല ആൻറ്റി, രേവതിയുടെ വീട്ടുകാരോട് എന്ത് ദേഷ്യമായിരുന്നു ആൻറ്റിക്ക്. എന്തായാലും ദൈവമായിട്ട് അതെല്ലാം മാറ്റിയല്ലോ എന്ന് പറയുകയാണെ. അപ്പോഴേക്കും ഭാമ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്, അതെ ദൈവമായിട്ടല്ല മോളെ, വക്കീലായിട്ടാണ് നിന്റെ ആൻറ്റിയുടെ മനസ്സ് മാറ്റിയാനെ. പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി പറഞ്ഞത്? വക്കീല് 2 ലക്ഷം രൂപ കൊടുത്തത് കൊണ്ടാണ് അവള് കേസ് പിൻവലിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നതെന്ന് ഇങ്ങനെ മയക്കത്തിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി ഇങ്ങനെ ഞെട്ടിപ്പോന്നുണ്ട്. എന്ത് 2 ലക്ഷം രൂപ വക്കീല് കൊടുത്തെന്നോന്നേ. അപ്പോഴാണ് നമ്മുടെ ഭാമ പെട്ടെന്ന് ആ ഒരു മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്. അപ്പോഴേക്കും അല്ല, ഞാന് മോള് മസാജ് ചെയ്തതിന്റെ ഒരു ഇതില് എന്തോ ഇങ്ങനെ പറഞ്ഞു പോയതാ. അല്ല ഞാൻ എന്താ പറഞ്ഞു മോളെ, ഞാന് എന്തോ ബോധമില്ലാതെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭാമയാണ് ശ്രുതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അറിയാതെ വായിൽ നിന്ന് വീണും പോയി. എന്നാൽ ശ്രുതി വിടുവോ? കിട്ടിയ പിടിവള്ളിയല്ലേ. ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ ആൻറ്റി എൻ്റെ അടുത്ത് വീണ്ടും മറയ്ക്കുന്നുണ്ടോ? ആൻറ്റി എന്നെ മകളെ പോലെയാ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ആൻറ്റി എന്നോട് പറ, ആൻറ്റിക്ക് 2 ലക്ഷം രൂപ വക്കീല് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭാമയും ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്താണ് ഇനി പറയണ്ടേന്നും അറിയാതെ. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. അടുത്ത വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.